കണ്ണൂർ പയ്യന്നൂരിലെ CPM വിമതൻ വി കുഞ്ഞികൃഷ്ണനോടുള്ള പക അടങ്ങാതെ പാർട്ടി. കുഞ്ഞികൃഷ്ണന്റെ കൃഷിസ്ഥലത്തെ മഴമറ പന്തൽ അജ്ഞാതർ നശിപ്പിച്ചു. കുഞ്ഞികൃഷ്ണന്റെ ചുമരെഴുതിയ മതിലും തകർത്തു. കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാറ് കത്തിക്കാനും ശ്രമമുണ്ടായി. മാതമംഗലം പേരൂർ സ്വദേശി MK നാരായണന്റെ വീട്ടുമുറ്റത്ത് കിടന്ന കാറാണ് അക്രമികൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. വിവരവുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, CPMന്റെ കലിയടങ്ങുന്നില്ല, CPMന്റെ പകയടങ്ങുന്നില്ല അല്ലേ? തീർച്ചയായും KP, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമ സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ CPMന് ഏറെ തലവേദനയുണ്ടാക്കിയ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നേരെയാണ് ഇപ്പോൾ വ്യാപകമായ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാറ് കത്തിക്കാനൊരു ശ്രമമാണ് നടന്നത്. മാതമംഗലം പേരൂർ സ്വദേശി MK നാരായണന്റെ വീട്ടുമുറ്റത്തെ കാറ് കത്തിക്കാനാണ് ഒരു ശ്രമം നടത്തിയത്. അക്രമികൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കാറ് ഭാഗികമായി കത്തിയിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് നാരായണൻ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതാണ് ഇത്തരത്തിലൊരു പ്രകോപനമായത് എന്നാണ് കരുതുന്നത്. മറ്റൊന്ന്, വി കുഞ്ഞികൃഷ്ണൻ്റെ കൃഷിസ്ഥലത്തും ഈ CPMന്റെ ഒരു അക്രമം ഉണ്ടായിട്ടുണ്ട്. കൃഷി സ്ഥലത്ത് കെട്ടിയിരുന്ന മഴമറ ഈ അജ്ഞാതരായ ആളുകൾ അല്ലെങ്കിൽ CPMകാർ കത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. പയ്യന്നൂർ കാങ്കോൽ കരിങ്കുഴി എന്ന് പറയുന്ന പ്രദേശത്തെ വി കുഞ്ഞികൃഷ്ണൻ്റെ കൃഷിസ്ഥലത്തിന് നേരെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. മാത്രമല്ല, ഈ സ്ഥലത്തിൻ്റെ മതിലിൽ വി കുഞ്ഞികൃഷ്ണനെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുമരെഴുത്തുണ്ടായിരുന്നു. ആ ചുമരെഴുത്ത് ഉള്ള മതിൽ കൂടി ഇവർ പൊളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ വ്യാപകമായി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മാത്രമല്ല, കണ്ണൂർ മയ്യിലിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ ലീഗിൻ്റെ ഓഫീസിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് കരുതുന്നത്. ഓഫീസ് അടിച്ചു തകർക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഇതിന് പിന്നിൽ CPM പ്രവർത്തകരാണ് എന്ന ആരോപണവുമായി കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ അക്രമ സംഭവങ്ങൾ പലയിടത്തായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇത്തവണയും വീണ്ടും അക്രമ സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നത്. KP.